പരിശുദ്ധനായ ദൈവത്തിന് സ്തുതിയും ആരാധനയും അർപ്പിച്ചുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഗ്രന്ഥം തുറക്കപ്പെട്ടു. 1 കൊരിന്തോസ് 6 അധ്യായം 20 തിരുവചനം ഇങ്ങനെ വെളിപ്പെടുത്തുന്നു: നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തം ചിന്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ആ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് നമ്മൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. നിത്യാത്മാവിലൂടെ തന്നെ ബലിയർപ്പിച്ച ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി നിർജീവ പ്രവർത്തികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുവാൻ തന്നെ ബലിയർപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് വിലയ്ക്ക് വാങ്ങിയവന്റെ രക്തം വിലയുള്ളതായതിനാൽ ആ രക്തത്തിലൂടെ നമുക്ക് വിജയമുണ്ട്, സൗഖ്യമുണ്ട്, പാപമോചനമുണ്ട്. ഹെബ്രായർക്കെഴുതിയ ലേഖനം 10 അധ്യായം 19 തിരുവചനം പറയുന്നു: യേശുവിന്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യമുണ്ട്. എന്തെന്നാൽ തന്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. സ്നേഹമുള്ളവരെ, യേശുവിന്റെ മരണത്തോടെ ദേവാലയത്തിലെ തിരശ്ശീല 2 കീറിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു. യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തം ചിന്തി നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മരിച്ച് അടക്കപ്പെട്ട ഒരു ദൈവമല്ല നമുക്കുള്ളത്. ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന, കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവന്റെ മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട്: രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും. സ്നേഹമുള്ളവരെ, റോമൻ ഗവർണറായിരുന്ന പീലാത്തോസ് റോമാ സാമ്രാജ്യത്തിന്റെ നീതിപീഠത്തിനും തനിക്കു തന്നെയും കുറ്റമില്ലാത്ത മനുഷ്യ രക്തത്തിന്റെ കറ പറ്റാതിരിക്കുവാൻ ഉത്തരവാദിത്വം ഒഴിഞ്ഞ് കുരിശിൽ ഇങ്ങനെ എഴുതി വെച്ചു: നസറായനായ യേശു, യഹൂദന്മാരുടെ രാജാവ് എന്ന്. അന്ന് യേശുവിനെ പരിഹസിക്കുവാൻ ഇങ്ങനെ എഴുതി വെച്ചു. എങ്കിലും പിതാവായ ദൈവം അങ്ങനെയല്ല എഴുതിയത്, ഇവൻ രാജാക്കന്മാരുടെ രാജാവാണ് എന്നാണ്. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ശിരസിൽ മുൾക്കിരീടം ധരിച്ചവനായി, അതെ, ഞാൻ രാജാക്കന്മാരുടെ രാജാവാണെന്നും ദൈവമാണെന്നും യേശു പ്രഖ്യാപിക്കുകയാണ്. പാപത്തിന്റെയും അനീതിയുടെയും വഞ്ചനയുടെയും നിരാശയുടെയും അവിശ്വാസത്തിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും ശവക്കല്ലറകളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വിജയം നൽകുന്ന കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്: നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. കർത്താവായ യേശുവിന്റെ തിരുരക്തത്തിന്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ ഭയം കടന്നു വരികയില്ല. യേശു എന്ന നാമത്തിന് മുമ്പിൽ സകല ശത്രുക്കളും ദുർബലരാകും. ഇന്ന് കർത്താവിന്റെ തിരുരക്തത്തെ നമുക്ക് ഓരോരുത്തർക്കും വിളിക്കാം. ആ തിരുരക്തം ഇന്ന് ഓരോ ജീവിതങ്ങളെയും കഴുകട്ടെ, സംരക്ഷണം നമുക്ക് ലഭിക്കട്ടെ. രക്തക്കോട്ടയ്ക്കുള്ളിൽ എന്നെ മറച്ചതിനാൽ ഇനി ഭയം എന്നെ തീണ്ടുകില്ല. ആമേൻ. യേശു ക്രിസ്തുവിനെ ഞാൻ അണിഞ്ഞതിനാൽ ശത്രു എന്നിൽ ബലപ്പെടില്ല. ആമേൻ. രക്തക്കോട്ടയ്ക്കുള്ളിൽ എന്നെ മറച്ചതിനാൽ ഇനി ഭയം എന്നെ തീണ്ടുകില്ല. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ ഞാൻ അണിഞ്ഞതിനാൽ ശത്രു എന്നിൽ ബലപ്പെടില്ല. രക്തക്കോട്ടയ്ക്കുള്ളിൽ എന്നെ മറച്ചതിനാൽ ഇനി ഭയം എന്നെ തീണ്ടുകില്ല. യേശു ക്രിസ്തുവിനെ ഞാൻ അണിഞ്ഞതിനാൽ ശത്രു എന്നിൽ ബലപ്പെടില്ല. ഹല്ലേലൂയ. ഇന്ന് തീജ്വാലയുടെ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ആ അവസ്ഥയിലും നമ്മെ സഹായിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു കടന്നു വരും. ഇന്ന് ഭൂലോകങ്ങളെ സൃഷ്ടിച്ച കർത്താവായ യേശു നമ്മുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കട്ടെ. കർത്താവിന്റെ പരിശുദ്ധ രക്തം നമുക്ക് സംരക്ഷണമുണ്ടാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജോലി മേഖലകളിൽ, നമ്മുടെ ആത്മീയ ഭൗതിക മേഖലകളിൽ യേശു ക്രിസ്തുവിന്റെ സംരക്ഷണം നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ തലമുറകളിൽ ഉണ്ടാകട്ടെ. തീജ്വാലയ്ക്കുള്ളിൽ ഞാൻ ഇടറിയാലും എന്നെ വഹിക്കുന്ന കർത്തനവൻ യേശു ക്രിസ്തു. തീജ്വാലയ്ക്കുള്ളിൽ ഞാൻ ഇടറിയാലും എന്നെ വഹിക്കുന്ന കർത്തനവൻ. ആമേൻ.
സർവലോകത്തെയും സൃഷ്ടിച്ചവൻ യേശുവെന്ന വലിയ നാമം. ഹല്ലേലൂയ. സർവലോകത്തെയും സൃഷ്ടിച്ച യേശു എന്ന വലിയ നാമം. യേശുവെന്ന വലിയ നാമം. രക്തക്കോട്ടയ്ക്കുള്ളിൽ എന്നെ മറച്ചതിനാൽ ഇനി ഭയം എന്നെ തീണ്ടുകില്ല. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ ഞാൻ അണിഞ്ഞതിനാൽ ശത്രു എന്നിൽ ബലപ്പെടില്ല. രക്തക്കോട്ടയ്ക്കുള്ളിൽ എന്നെ മറച്ചതിനാൽ ഇനി ഭയം എന്നെ തീണ്ടുകില്ല. യേശു ക്രിസ്തുവിനെ ഞാൻ ശത്രു എന്നിൽ ബലപ്പെടുകയില്ല. ബലപ്പെടില്ല. നമ്മുടെ രോഗത്തെയും പാപത്തെയും തിരു രക്തത്താൽ കഴുകിയ യേശുനാഥൻ സർവശത്രുക്കളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് നമുക്കായി ഉദ്ധിതനായിരിക്കുന്നു. ആ യേശു ഇന്ന് നമ്മുടെ രോഗങ്ങളെ നിർവീര്യമാക്കട്ടെ, നമ്മുടെ ശാപങ്ങളെ തകർക്കട്ടെ, നമ്മുടെ ബലഹീനതയെ ശക്തിപ്പെടുത്തട്ടെ. നാം യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ. എൻ രോഗത്തെയും എൻ പാപത്തെയും തിരുരക്തത്താൽ കഴുകിയവൻ. എൻ രോഗത്തെയും എൻ പാപത്തെയും തിരുരക്തത്താൽ കഴുകിയവൻ. ആമേൻ. സർവശത്രുവിന്മേൽ ജയം നേടി ഉദ്ധിതനായ യേശു ക്രിസ്തു യേശുനാഥൻ. സർവശത്രുവിന്മേൽ ജയം നേടിയവൻ ഉദ്ധിതൻ യേശുനാഥൻ. രക്തക്കോട്ടയ്ക്കുള്ളിൽ എന്നെ മറച്ചതിനാൽ ഇനി ഭയം എന്നെ തീണ്ടുകില്ല. യേശു ക്രിസ്തുവിനെ ഞാൻ അണിഞ്ഞതിനാൽ ശത്രു എന്നിൽ ബലപ്പെടില്ല. രക്തക്കോട്ടയ്ക്കുള്ളിൽ എന്നെ മറച്ചതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഭയം എന്നെ തീണ്ടുകില്ല. യേശു ക്രിസ്തുവിനെ ഞാൻ അണിഞ്ഞിരിക്കുന്നു. ശത്രു എന്നിൽ ബലപ്പെടുകയില്ല. ശത്രുവിന്റെ സകല കോട്ടകളും നസ്രാന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ നാമത്താൽ തകർന്നു മാറട്ടെ. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം അനുഗ്രഹമായും ജീവിതത്തിൽ ഒരു സംരക്ഷണമായും ഓരോരുത്തരിലും നിറയട്ടെ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.